രാത്രിയായിരുന്നു സമയം. ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർക്ക് മുന്നിൽ ഒരു തൂവെളിച്ചം ആകാശമേഘങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നു. മറ്റാരും കേൾക്കാത്തതും മറ്റാരോടും പറയാത്തതുമായ ഒരു സന്ദേശമാണ് ആ തൂവെളിച്ചത്തിന് ഒപ്പം ഉണ്ടായിരുന്ന ദൂതൻ അവരെ അറിയിച്ചത്. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നായിരുന്നു അത്. എന്തായിരുന്നു ആ ദൂതൻ അറിയിച്ച സദ്വാർത്ത? അത് മറ്റൊന്നും ആയിരുന്നില്ല. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു അത്. മനുഷ്യരക്ഷയ്ക്കായി ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്നതായിരുന്നു സന്തോഷത്തിന്റെ സദ്വാർത്ത. ഏതെങ്കിലും ഒരു കൂട്ടർക്ക് വേണ്ടി എന്നല്ല, മനുഷ്യനായി പിറന്ന എല്ലാവർക്കും രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്നതാണ് ക്രിസ്തുമസിനെ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും സന്തോഷമുള്ള വാർത്തയാക്കി മാറ്റിയിരിക്കുന്നത്. സന്തോഷിക്കാനുള്ള കാരണങ്ങൾ പലതും ഉണ്ടാവാം, സന്തോഷിക്കാനുള്ള മാർഗങ്ങളും വ്യത്യസ്തമാകാം. എന്നാൽ എല്ലാ സന്തോഷങ്ങളെയും ക്രിസ്തുമസ് അതിശയിപ്പിക്കുന്നത് അത് ദൈവം മനുഷ്യനായി മണ്ണിൽ പിറവിയെടുത്തു എന്നുള്ളതിന്റെ പേരിലാണ്. മനുഷ്യരോടൊപ്പം സഹവസിക്കാൻ വിണ്ണിൽ നിന്ന് ദൈവം മണ്ണിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ജീവിതത്തെയും സമൂഹത്തെയും എല്ലാം സ്പർശിക്കുന്ന മഹത്തായ സന്ദേശമായി ക്രിസ്തുമസ് മാറിയിരിക്കുന്നത്. അകലങ്ങളിൽ മാത്രം കണ്ടിരുന്ന ദൈവീക സാന്നിധ്യം ഇനി മനുഷ്യർക്ക് ദൃശ്യവും അനുഭവവുമായി മാറിയിരിക്കുന്നു. അത് ഹൃദയങ്ങൾക്ക് നൽകുന്ന ആശ്വാസവും ആത്മാവിന് നൽകുന്ന പ്രത്യാശയും നിസ്സാരമല്ല. നിരാശയിലേക്ക് ലോകം കൂപ്പുകുത്താതിരിക്കാനുള്ള മാർഗമാണ് ക്രിസ്തുമസ് തുറന്ന് തന്നിരിക്കുന്നത്. ആകാശത്ത് താരകങ്ങളും ചന്ദ്രനും രാത്രിയിൽ വഴിതെളിക്കുകയും വെളിച്ചം നൽകുകയും ചെയ്യുന്നത് പോലെ ഇരുളിൽ കഴിഞ്ഞവർ കണ്ട പ്രകാശമായിരുന്നു ക്രിസ്തുമസ്. വഴി കാണാനും വഴി തെളിയിക്കാനും ലോകത്തിലേക്ക് വന്ന ക്രിസ്തു എന്ന പ്രകാശത്തിന്റെ ഓർമ്മയും ആ പ്രകാശത്തോടുള്ള സ്നേഹവുമാണ് ക്രിസ്തുമസിനെ വെളിച്ചത്തിന്റെ ഉത്സവമാക്കി മാറ്റിയിരിക്കുന്നത്. ക്രിസ്തുമസ് കാലത്ത് ദീപവിധാനങ്ങൾ കൊണ്ട് വീടും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും അലങ്കരിക്കുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ വിസ്മരിച്ചു പോകുന്നത് ക്രിസ്തുവാകുന്ന വെളിച്ചം ഭൂമിയിൽ ഉദയം ചെയ്തു എന്ന സന്തോഷ നിമിഷങ്ങളെയാണ്. അതിൽ തുടങ്ങുന്നു ക്രിസ്തുമസിനെ സംബന്ധിച്ചുള്ള മനുഷ്യരുടെ കൃതജ്ഞത. സ്വർഗം വിട്ടിറങ്ങിയ ദൈവത്തെ വിസ്മരിച്ചും ക്രിസ്തുമസിന്റെ പിന്നിലുള്ള ദൈവീക പദ്ധതിയെ അവഗണിച്ചും അനേകം ആഘോഷങ്ങളിൽ ഒന്നായി ക്രിസ്തുമസിനെ ഇന്ന് നാം മാറ്റിയിരിക്കുന്നു. അർത്ഥം മനസ്സിലാക്കാതെയും ആത്മാവ് നഷ്ടമാക്കിയും ആഘോഷിക്കാനുള്ളതാണോ ദൈവപുത്രൻ പിറന്ന ഈ സുദിനം? വിവിധ തരത്തിലുള്ള കച്ചവട താല്പര്യങ്ങൾ ചേർന്ന് ക്രിസ്തുമസിനെ ഇന്ന് സെക്കുലർ ലോകത്തിന്റെ ആഘോഷമായി മാറുന്നതിന്റെ ദൃശ്യങ്ങളാണ് ലോകമെമ്പാടും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ക്രിസ്തുമസ് സീസൺ എന്നാൽ വൻ വ്യാപാര സീസണായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഷോപ്പിംഗ് മാളുകളും ഓൺലൈൻ സ്റ്റോറുകളും ബ്രാൻഡുകളും എല്ലാം ചേർന്ന് ക്രിസ്തുമസിനെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റിയിരിക്കുകയാണ്. ക്രിസ്തുമസ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആഘോഷമാണ്. എന്നാൽ വിശ്വാസത്തിന്റെ തലങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇന്ന് പലയിടത്തും ക്രിസ്തുമസ് ആഘോഷങ്ങൾ നടക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ ഏതു കോണിലും കാര്യങ്ങൾ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അമേരിക്കയിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച്
അവിടെയുള്ള 10ൽ 9 പേരും ക്രിസ്തുമസ് ആഘോഷിക്കുന്നവരാണ്. എന്നാൽ അതിൽ 32% പേരും അഭിപ്രായപ്പെട്ടത് മതപരമായ കർമ്മമായിട്ടല്ല, സാംസ്കാരിക അവധി ദിവസമായിട്ടാണ് തങ്ങൾ ഈ ദിവസത്തെ സമീപിക്കുന്നത് എന്നാണ്. അമേരിക്കയിലെ ക്രിസ്തുമസ് മതത്തെയല്ല, വർഷത്തിലെ ഒരു പ്രത്യേക അവധി ദിവസത്തെ സൂചിപ്പിക്കാനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ചുരുക്കം. ചില കമ്പനികൾ ഈ അവധി ദിവസത്തെ സൂചിപ്പിക്കാൻ ക്രിസ്തുമസ് എന്ന വാക്ക് പോലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മറിച്ച് ഹാപ്പി ഹോളിഡേയ്സ്, സീസൺസ് ഗ്രീറ്റിംഗ്സ്, ദിസ് ദി സീസൺ തുടങ്ങിയ പ്രയോഗങ്ങളാണ് അവർ നടത്താറുള്ളത്. ക്രിസ്തുമസിലെ ക്രിസ്തുവിനെ നീക്കം ചെയ്യാനും മതവിശ്വാസികൾ അല്ലാത്ത വിശാലമായ ഒരു സമൂഹത്തെ ആകർഷിക്കുന്നതിനു വേണ്ടിയുമാണ് അവർ ഇപ്രകാരം ചെയ്തു കൂട്ടുന്നത്. 1840-കൾ മുതൽ ക്രിസ്തുമസിനെ വാണിജ്യവൽക്കരിച്ച് തുടങ്ങിയിരുന്നു. സാധനങ്ങൾ വിൽക്കാനുള്ള പ്രത്യേക അവസരമായി കച്ചവടക്കാർ ക്രിസ്തുമസിനെ കാണാൻ തുടങ്ങി. ന്യൂയോർക്ക് സിറ്റിയിലും ബോസ്റ്റണിലും സാന്താക്ലോസിന്റെ വലിയ ചിത്രീകരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ക്രിസ്തുമസിനെ വെറുമൊരു ആഘോഷമായി കണക്കാക്കാൻ മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുകയുണ്ടായി. വർഷം കഴിയും തോറും ക്രിസ്തുമസ് കാലത്തെ വ്യാപാര വിജയങ്ങളുടെ, സാമ്പത്തിക നേട്ടങ്ങളുടെ കണക്കുകൾ വർദ്ധിച്ചുകൊണ്ടാണ് ഇരുന്നത്. ക്രിസ്തുമസിന്റെ വാണിജ്യവൽക്കരണത്തിന്റെ പ്രധാന തെളിവാണ് ലോകം എങ്ങുമുള്ള പ്രശസ്തമായ ക്രിസ്തുമസ് മാർക്കറ്റുകൾ. ജർമ്മനിയിലെ പ്രാചീനവും പ്രശസ്തവുമായ ന്യൂർബർഗ് ക്രിസ്തുമസ് മാർക്കറ്റ്, ജർമ്മനിയിലെ തന്നെ മ്യൂളററി, മ്യൂണിക്ക്, കൊളോൺ എന്നിവിടങ്ങളിലെ ക്രിസ്തുമസ് മാർക്കറ്റുകൾ, യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ള 1570 മുതൽ നിലവിലുള്ള സ്ട്രാസ്ബർഗ് എന്നിങ്ങനെ എത്രയോ മാർക്കറ്റുകളാണ് ക്രിസ്തുമസ് സീസൺ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നത്. വിനോദങ്ങളും കലാപരിപാടികളും ചേർന്ന് ക്രിസ്തുമസിനെ ക്രിസ്തുവില്ലാത്ത ഒരു ഉത്സവമാക്കി ഇത് മാറ്റിയെടുക്കുകയാണ്. ഇനി നമ്മുടെ നാടിന്റെ കാര്യം തന്നെ എടുക്കാം. ഇവിടെയും ക്രിസ്തുമസിൽ നിന്ന് ക്രിസ്തു അപ്രത്യക്ഷമായി കൊണ്ട് ഇരിക്കുകയാണ്. ബാഹ്യമായ ആഘോഷങ്ങൾക്കപ്പുറത്ത് രക്ഷകനായി പിറന്ന ഉണ്ണിയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങുന്നവർ എത്ര ആളുകളാണ് ഉള്ളത്. ക്രിസ്തു മനുഷ്യപുത്രനായി മണ്ണിൽ പിറവിയെടുക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്നവർ വീടുകളിൽ നക്ഷത്രങ്ങൾ തൂക്കിയിരുന്നു. രക്ഷകനെ തങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിന്റെയും അവിടുത്തെ തിരപ്പിറവിയുടെ ഓർമ്മ ഭക്തിയാദരപൂർവ്വം സ്മരിക്കുന്നതിന്റെയും ഭാഗമായിട്ടുള്ള ഒരു ആചാരമാണ് അത്. എന്നാൽ ഇന്ന് നക്ഷത്രം തൂക്കുന്നതിന്റെ അർത്ഥം പോലും പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ക്രിസ്തുവിന്റെ പിറവിയുടെ ആദരപൂർവമായ അനുസ്മരണങ്ങൾ ഇന്ന് ഒരു ആഘോഷം മാത്രമായി പരിമിതപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അവിടെയാണ് ക്രിസ്തുമസിന്റെ യഥാർത്ഥ അർത്ഥം നഷ്ടമാകുന്നത്. ഇതാകട്ടെ ക്രിസ്തുമസിനെ അതിന്റെ യഥാർത്ഥ ചൈതന്യത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ അനേകം ആഘോഷങ്ങളിൽ ഒന്നു മാത്രമായി ക്രിസ്തുമസ് മാറുകയാണ്. ക്രിസ്തുമസിനെ ഇപ്പോൾ എക്സ്മസ് എന്ന് ചുരുക്കി എഴുതുന്ന രീതി അതിന്റെ മകുടമായ ഉദാഹരണമാണ്. 17-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തുമസിനെ ഇക്സ്മസ് എന്ന് വിശേഷിപ്പിക്കുന്ന പ്രവണത ആരംഭിച്ചിരുന്നു. ഇതിൽ എക്സ്, ക്രിസ്റ്റോസ് എന്ന വാക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിനെയാണല്ലോ ക്രിസ്റ്റോസ് പ്രതിനിധാനം ചെയ്യുന്നത്. ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഈ വാക്കിന്റെ ഉത്ഭവം. രക്ഷകൻ എന്നോ അഭിഷേകം ഏറ്റവൻ എന്നോ ഇതിന് അർത്ഥം പറയാൻ. എക്സ്മസിലെ മാസ് എന്ന് പറയുന്നത് ക്രൈസ്തവ ആരാധനയുടെ ചുരുക്കെഴുത്താണ്. ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പാശ്ചാത്യ ക്രൈസ്തവരും ഓർത്തഡോക്സ് ക്രൈസ്തവരും ഗ്രീക്ക് ഭാഷയിൽ നിന്ന് പദങ്ങൾ സ്വീകരിച്ചത് വഴിയാണ് ഈ വാക്കിന് പ്രചാരം ഉണ്ടായത്. എന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ എക്സ്മസിന്റെ അർത്ഥം പോലും നഷ്ടപ്പെടുകയും അതിനെ മതനിരപേക്ഷതയുടെ ഭാഗമായി കണക്കാക്കുകയും ചെയ്തു തുടങ്ങി. ക്രിസ്തുമസിൽ നിന്ന് ക്രിസ്തുവിനെ ബോധപൂർവം മാറ്റി നിർത്തുകയും കേവലം എക്സ് മാത്രമായി ചുരുക്കുകയും ചെയ്യുന്നതിലേക്ക് ഇത് മാറുകയുണ്ടായി. കൃത്യമായി പേര് വെളിപ്പെടുത്താതെ വ്യക്തികളെ വ്യക്തമാക്കാൻ എക്സ്, വൈ എന്നിങ്ങനെ സൂചിപ്പിക്കുന്ന പ്രവണത സാധാരണമാണല്ലോ. അത്തരമൊരു സാധാരണീകരണമാണ് ക്രിസ്തുവിനെ ഈ കാലഘട്ടങ്ങളിൽ എക്സ്മസ് ആക്കുന്നതിന് പിന്നിൽ ഉള്ളതും. പലരിൽ ഒരാൾ മാത്രമായി ക്രിസ്തു ചുരുക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ പുത്രനായി യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാൻ കഴിയാത്തവരും
ഇതേ പദപ്രയോഗങ്ങൾ കൊണ്ട് ക്രിസ്തുമസിനെ വിശേഷിപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ക്രിസ്തുമസ് കാലത്ത് നമ്മുടെ മത്സരങ്ങളിൽ ഒഴിവാക്കാൻ ആകാത്തതാണ് മത്സരങ്ങൾ. പുൽക്കൂട് മത്സരങ്ങളും സാന്താക്ലോസ് മത്സരങ്ങളും. പക്ഷേ ലോകത്ത് ബെത്ലഹേമിലെ യഥാർത്ഥ പുൽക്കൂടിനെ അവതരിപ്പിച്ചുകൊണ്ട് ഇന്നേ വരെ ഒരേ ഒരു പുൽക്കൂടെ പണിയപ്പെട്ടിട്ടുള്ളൂ. അത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെതാണ്. 1223 ഇറ്റലിയിലെ ഗ്രച്ചിയോയിൽ ഒരുക്കിയ ജീവനുള്ള പുൽക്കൂടായിരുന്നു അത്. ആ പുൽക്കൂടിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് അതിനുശേഷം ഇന്ന് വരെ എല്ലാ പുൽക്കൂടുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ന് പലരുടെയും പുൽക്കൂടുകളിൽ ആർഭാടത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. പക്ഷേ ഇന്നത്തെ എത്ര പുൽക്കൂടുകളിൽ യഥാർത്ഥ പുൽക്കൂടിന്റെ ആത്മാവ് നിലനിൽക്കുന്നുണ്ട്? ഇന്ന് വീട്ടുമുറ്റത്ത് മുതൽ പള്ളിമുറ്റത്ത് വരെ പുൽക്കൂടുകളിൽ എത്ര എണ്ണത്തിന് ബെത്ലഹേമിലെയോ ഗ്രച്ചിയോയിലെയോ പുൽക്കൂടിന്റെ ലാളിത്യവും ദാരിദ്ര്യവുമുണ്ട്. തീർച്ചയായും നമ്മൾ ആലോചിച്ചു നോക്കേണ്ട, ആത്മവിശകലനത്തിന് തയ്യാറാവേണ്ട വിഷയം തന്നെയാണ് ഇത്. അല്ലെങ്കിൽ നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലും പുൽക്കൂടുകൾ പണിയുമ്പോൾ അതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന വികാരവും നമ്മുടെ മനോഭാവവും എന്താണ് എന്നുള്ളതും പരിശോധിച്ചു നോക്കേണ്ടതാണ്. യേശുവിന്റെ ജനനത്തിന്റെ ലാളിത്യവും ദാരിദ്ര്യവും നേരിട്ട് അനുഭവവേദ്യമാകണം എന്നതായിരുന്നു അസീസിയിലെ പുണ്യവാനെ ജീവനുള്ള പുൽക്കൂട് രൂപപ്പെടുത്താൻ പ്രേരിപ്പിച്ച ഘടകം. മനുഷ്യരെ വിനയം പഠിപ്പിക്കുന്ന, ദരിദ്രരോട് പക്ഷം ചേരാൻ പ്രേരിപ്പിക്കുന്ന, സ്നേഹത്തിനായുള്ള സന്നദ്ധത പ്രകടമാക്കുന്ന ഒരു ദൈവത്തെയായിരുന്നു അവിടെ അവതരിപ്പിക്കാൻ ഫ്രാൻസിസ് പുണ്യവാളൻ ശ്രമിച്ചത്. ഇന്ന് നമ്മുടെ പുൽക്കൂടുകൾ കാണുമ്പോൾ ആർക്കെങ്കിലും യേശുവിന്റെ ജനനത്തിന്റെ ലാളിത്യം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. ദൈവം മനുഷ്യനായി മണ്ണിൽ പിറവിയെടുത്തതിന്റെ അത്ഭുതം നമ്മിൽ ഉണർത്തുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ കാര്യമായി നോക്കേണ്ടതാണ്. നമുക്കൊരിക്കലും ഉണ്ണിയേശു മത്സരങ്ങളോ തിരുക്കുടുംബ മത്സരങ്ങളോ നടത്താൻ കഴിയാറില്ല. കാരണം അവിടെ ത്യാഗമുണ്ട്, സഹനമുണ്ട്, ലാളിത്യവും സ്നേഹവുമുണ്ട്. പക്ഷേ സാന്താക്ലോസ് മത്സരങ്ങളിൽ അതൊന്നുമില്ല. ആർക്കും സാന്താക്ലോസ് ആകാം. നീളൻ കുപ്പായവും കൂർത്ത തൊപ്പിയും ധരിച്ച ഏതൊരാൾക്കും സാന്താക്ലോസ് ആകാൻ കഴിയും. ചിലപ്പോഴൊക്കെ ഒരു കോമാളിയെ പോലെ ആകാറുമുണ്ട് സാന്താക്ലോസ്. എന്നാൽ യഥാർത്ഥത്തിൽ സാന്താക്ലോസ് ആരായിരുന്നു? അല്ലെങ്കിൽ സാന്താക്ലോസ് എന്ന മിത്തിന് ആധാരമായ വ്യക്തി ആരായിരുന്നു? Ho, ho, ho! Merry Christmas! ബാരിയിലെ വിശുദ്ധ നിക്കോളാസ് എന്നും മൈറയിലെ വിശുദ്ധ നിക്കോളാസ് എന്നും അറിയപ്പെടുന്ന വ്യക്തിയിൽ നിന്നാണ് സാന്താക്ലോസ് എന്ന സങ്കല്പം രൂപപ്പെട്ടിരിക്കുന്നത്. ദരിദ്രരുടെ ഇല്ലായ്മയിൽ അവരറിയാതെ സഹായിക്കുന്ന ദീനാനുകമ്പയും പരസ്നേഹവുമുള്ള ഒരു വ്യക്തി. അതാണ് യഥാർത്ഥത്തിൽ നിക്കോളാസ് എന്ന് പറയുന്നത്. 100 രൂപ കടം കൊടുത്താൽ പോലും നോട്ടീസ് അടിച്ച് പരസ്യപ്പെടുത്തുന്ന നമ്മുടെ അല്പത്തരങ്ങളെ എല്ലാവിധത്തിലും ലജ്ജിപ്പിക്കുന്നുണ്ട് ഈ വിശുദ്ധൻ. ആരും അറിയാതെ മറ്റുള്ളവരെ സഹായിക്കുക എന്ന ക്രിസ്തു പ്രബോധനം അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ നടപ്പിൽ വരുത്തിയ വ്യക്തിയാണ് അദ്ദേഹമെന്ന് ജീവിതത്തിലെ പല സംഭവങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ഉള്ളതിൽ നിന്ന് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കൂ, മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്ക് തന്നാലാകും വിധം പരിഹാരം കണ്ടെത്തുക എന്നിങ്ങനെ ഒരുപിടി കാര്യങ്ങൾ വിശുദ്ധ നിക്കോളാസിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർത്തുവാനുണ്ട്. പക്ഷേ ഇത്തരം വ്യക്തിമൂല്യങ്ങളും വിശിഷ്ടമായ ക്രൈസ്തവ പുണ്യങ്ങളും അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് നിക്കോളാസിനെ സാന്താക്ലോസായി കെട്ടി എഴുന്നള്ളിക്കുന്നത്. ഒരുതരം കെട്ടുകാഴ്ചയും കോമാളിയുമായി മാറിയിട്ടുണ്ട് സാന്താക്ലോസ് എന്ന് പറയുന്നത് ഇത്തരം ചില കാര്യങ്ങൾ കൊണ്ടുകൂടിയാണ്. ഇന്ന് ക്രിസ്തുമസിനോട് അടുക്കുന്ന ദിവസങ്ങളിൽ നമ്മെ സ്വാഗതം ചെയ്യുന്നത് ഓരോ കച്ചവട സ്ഥാപനങ്ങളുടെ പേരും എഴുതി വെച്ചുള്ള സാന്താക്ലോസുമാരാണ്. യഥാർത്ഥ സാന്താക്ലോസ് സ്നേഹവും സന്തോഷവും സഹായവും നൽകുന്ന വ്യക്തി ആകുമ്പോൾ പുതിയ കാലത്തെ സാന്താക്ലോസ് കച്ചവട പരതയുടെ പ്രകടമായ അടയാളമായി മാറുന്നു. 17-ാം നൂറ്റാണ്ട് മുതൽക്കാണ് സാന്താക്ലോസ് എന്ന സങ്കല്പം വ്യാപകമായി തുടങ്ങിയത്. അതിൽ ഡച്ചുകാർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അമേരിക്കയിലേക്ക് കുടിയേറിയപ്പോൾ സിന്റർക്ലോസ് എന്ന് അവർ പേര് വിളിച്ചിരുന്ന നിക്കോളാസ് അമേരിക്കയിലെത്തിയപ്പോൾ സാന്താക്ലോസ് ആയി പരിണമിക്കുകയായിരുന്നു. ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ഒരിടത്തും
ഉണ്ണീശോയോ മാതാവോ യൗസേ പിതാവോ പ്രത്യക്ഷപ്പെടാറില്ല എന്നും നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ക്രിബ് ഐറ്റം വിൽക്കപ്പെടുന്ന ഇടങ്ങളിൽ ഒഴികെ എല്ലായിടത്തും കൂടുതലായി ആഘോഷിക്കപ്പെടുന്നത് സാന്താക്ലോസുമാരാണ്. ക്രിസ്തുമസിനെ സെക്കുലർ ആക്കാൻ ശ്രമിക്കുന്ന മറ്റു മതവിശ്വാസികളുടെ സ്ഥാപനങ്ങളിലോ വീടുകളിലോ ഒന്നും പുൽക്കൂടുകൾ കാണാറില്ല. മറിച്ച് വൻ ഉയരത്തിലുള്ള ക്രിസ്തുമസ് ട്രീകളും ക്രിസ്തുമസ് പാപ്പയും ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ നാം കൊണ്ടാടുന്നത് സാന്തായുടെ ജന്മദിനമാണോ അതോ യേശുക്രിസ്തുവിന്റെ ജനനമാണോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയാണ് സംജാതമാകുന്നത്. ഒരു കുഞ്ഞിന്റെ ജന്മദിനം നാം ആഘോഷിക്കുമ്പോൾ ആ കുഞ്ഞിനാണല്ലോ നാം പ്രാധാന്യം കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളുടെ പിറന്നാളുകൾ പോലും വലിയ തോതിൽ ആഘോഷിക്കപ്പെടുന്ന ഇക്കാലത്ത് അത്തരമൊരു ആഘോഷത്തിന് കൊടുക്കുന്നതിന്റെ നേരിയ ഒരു അംശം പോലും പ്രാധാന്യം ക്രിസ്തുമസിന് കൊടുത്ത് കാണാറില്ല. ബർത്ത്ഡേയുടെ ആകർഷണം കുഞ്ഞാകുമ്പോൾ ക്രിസ്തുമസിന്റെ ആകർഷണം ഉണ്ണീശോ ആയി നമുക്ക് അനുഭവപ്പെടുന്നില്ല. ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ണീശോയാണോ സാന്താക്ലോസ് ആണോ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് എന്ന് ചിന്തിക്കുക. ഉണ്ണിക്ക് പകരം ക്രിസ്തുമസ് അപ്പൂപ്പനാണ് എങ്കിൽ നിങ്ങളുടെ ആത്മീയതയ്ക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിരിക്കുന്നു എന്ന് ചുരുക്കം. ആഘോഷിക്കാൻ കാരണം നോക്കിയിരിക്കുന്ന നമ്മളിൽ ഭൂരിപക്ഷത്തിനും ക്രിസ്തുമസ് ഉണ്ണീശോയുടെ തിരുപ്പിറവിക്ക് അപ്പുറം മറ്റ് എന്തൊക്കെയോ ആണ് എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ പരം ദുര്യോഗം മറ്റ് എന്തെങ്കിലുമുണ്ടോ? ക്രിസ്തുമസ് ക്രിസ്തുവിന്റെ ജനനമാകുമ്പോൾ ക്രിസ്തുവിന്റെ ജനനമല്ലാതെ മറ്റു പലതിന്റെയും ആഘോഷമായി ക്രിസ്തുമസിനെ മാറ്റുന്നിടത്തോളം ദുരന്തം മറ്റ് എന്താണ് ഉള്ളത്? ഇനി ക്രിസ്തുമസ് എങ്ങനെയാണ് ഇത്രയധികമായി കച്ചവടവൽക്കരിക്കപ്പെട്ടത് എന്ന് കൂടി പരിശോധിക്കാം. അതിനു പിന്നിൽ പുരാതന റോമിൽ ആഘോഷിച്ചിരുന്ന സാറ്റർലോണിയ എന്ന ശീതകാല ഉത്സവവുമായി അതിന് ബന്ധമുണ്ട്. റോമൻ കൃഷിദേവനായ സാറ്റേണിനോട് ബന്ധപ്പെട്ട് നടക്കുന്നതും ഡിസംബർ 17 മുതൽ 23 വരെ നീണ്ടു നിൽക്കുന്നതുമായ ഈ ആഘോഷം റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും ജനപ്രിയമായ ഉത്സവമായിരുന്നു. വലിയ വിരുന്നുകളും ആഘോഷങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നു. വീടുകളും തെരുവുകളും മനോഹരമായി അലങ്കരിക്കുക, രുചികരമായ വിരുന്നുകൾ സംഘടിപ്പിക്കുക, സംഗീത നൃത്ത പരിപാടികൾ നടത്തുക എന്നിങ്ങനെ എല്ലായിടത്തും ആഹ്ലാദം കരകവിഞ്ഞ് ഒഴുകുന്ന ദിവസങ്ങളായിരുന്നു അത്. അക്കാലത്തെ റോമൻ എഴുത്തുകാരുടെ ലേഖനങ്ങളിൽ സാറ്റർനേലിയയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സമ്മാനങ്ങൾ കൊടുക്കുന്നതും ഇതിന്റെ ഭാഗമായിരുന്നു. ക്രിസ്തുമസിന് സമ്മാനങ്ങൾ കൈമാറുന്ന പതിവ് ആരംഭിച്ചത് ഈ സ്വാധീനത്തിൽ നിന്നാണ്. ക്രിസ്തുമസിൽ കാണുന്ന പല ആചാരങ്ങളും സാറ്റർനേലിയയുടെ പ്രതിധ്വനികളാണ്. എന്നാൽ സാറ്റർനേലിയയ്ക്ക് മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു. അടിമകൾക്ക് ഒരു ദിവസത്തേക്കെങ്കിലും സ്വാതന്ത്ര്യം നൽകുന്നതും യജമാനന്മാർ തന്നെ അടിമകൾക്ക് സേവനം ചെയ്യുന്നതും ആയിരുന്നു അത്. അടിമകളെ വർഷത്തിലെ ഒരു ദിവസമെങ്കിലും പരിഗണിക്കുകയും മനുഷ്യത്വത്തിന് അടുത്ത വിധത്തിൽ പരിചരിക്കുകയും ചെയ്യുന്ന ദിവസം. പക്ഷേ സാറ്റർനേലിയ ആചാരങ്ങൾ ക്രിസ്തുമസിലേക്ക് കടം കൊണ്ടപ്പോൾ പലയിടങ്ങളിലും ഈ മനോഹരമായ വസ്തുത വിസ്മരിക്കപ്പെടുകയുണ്ടായി. ഇല്ലായിരുന്നുവെങ്കിൽ ക്രിസ്തുമസ് കാലത്ത് നാം ദരിദ്രരെ സഹായിക്കുമായിരുന്നു. ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവുമാണ് ക്രിസ്തു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആ വാഗ്ദാനങ്ങൾ എവിടെയോ നാം വിസ്മരിച്ചിരിക്കുകയാണ്. ക്രിസ്തുമസിന് മുന്നോടിയായി എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുന്നതും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും ഉണ്ണീശോയ്ക്ക് വേണ്ടി ഹൃദയം ഒരുക്കുന്നതിന്റെയും ഉണ്ണിക്ക് ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നതിന്റെയും ഭാഗമാണ്. സുഹൃത ജപം ചൊല്ലി കനത്ത മഞ്ഞിലും തണുപ്പിലും തണുത്തു വിറച്ച് പള്ളിയിലേക്ക് നടന്നു പോയിരുന്ന ഒരു കാലം പഴയ തലമുറയുടെ എല്ലാം ഓർമ്മയിൽ ഉണ്ടാവും. കുട്ടികളും മാതാപിതാക്കളും ഒന്നുപോലെ ഇക്കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് എത്ര കുട്ടികൾ ക്രിസ്തുമസ് ദിവസങ്ങളിലെങ്കിലും പള്ളിയിൽ പോകാറുണ്ട്? ഡിസംബറിലെ 25 ദിവസവും കുട്ടികളെ പള്ളികളിലേക്ക് ആകർഷിക്കാനായി സമ്മാനങ്ങൾ വരെ ഏർപ്പെടുത്തേണ്ടി വന്നിരിക്കുന്ന ഗതികേടിലാണ് ചില ഇടവകകൾ. എങ്കിലും സമ്മാനങ്ങൾ പ്രതീക്ഷിച്ചാണെങ്കിലും കുട്ടികൾ പള്ളിയിൽ വരട്ടെ എന്നാണ് വൈദികൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ടും അതിനുപോലും വളരെ കുറച്ച് കുട്ടികളെ എത്താറുള്ളൂ എന്നതാണ് വാസ്തവം. ഉണ്ണീശോയ്ക്ക് വേണ്ടി തീരെ ചെറിയൊരു ത്യാഗം പോലും ചെയ്യാൻ കഴിയാത്ത വിധം നമ്മുടെ മനസ്സും ശരീരവും സ്വന്തം സുഖങ്ങളിലും സന്തോഷങ്ങളിലും കെട്ടപ്പെട്ട് കിടക്കുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. 24 ദിവസം മത്സ്യ മാംസാദികൾ വർജിച്ച് നോമ്പെടുത്തതിന് ശേഷം 25-ാം ദിവസം ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ സന്തോഷം വിഭവ സമൃദ്ധമായ വിരുന്ന് നടത്തി ആഘോഷിച്ചിരുന്നതായിരുന്നു പണ്ടുകാലത്തെ രീതി. 24 ദിവസം സ്വന്തം രുചിമുകുളങ്ങളെ തൃപ്തിപ്പെടുത്താതെ പരിത്യാഗമെടുത്ത് ജീവിച്ചതിന്റെ
പരിസമാപ്തിയായിരുന്നു അത്. പക്ഷേ ഇന്ന് എത്ര പേർ നോമ്പ് എടുക്കുന്നുണ്ട്, ഇഷ്ടങ്ങൾ വർജിക്കുന്നുണ്ട്? യേശുവിൻ്റെ ജനനത്തിൽ സന്തോഷിക്കുമ്പോൾ എന്തിനാണ് നോമ്പ് എടുക്കുന്നത് എന്നാണ് പല ചെറുപ്പക്കാരുടെയും ചോദ്യം. ആഘോഷിക്കാൻ മാത്രമുള്ള ഒരു അവസരമായി അവരതിനെ മാറ്റിയിരിക്കുന്നു. അങ്ങനെ നോമ്പെടുക്കാതെയാണ് അവരിന്ന് ക്രിസ്തുമസിന്റെ ആഘോഷങ്ങളിൽ മുഴുകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്രിസ്തുമസ് സവിശേഷ ദിവസമല്ല, സാധാരണ ദിവസമാണ്, മറ്റൊന്നിൻ്റെ തുടർച്ചയായ ഒരു ദിനം. പക്ഷേ ഡിസംബർ 25-ന് ആഘോഷങ്ങൾ ഇത്തിരി കൂടുതലാണ് എന്ന് മാത്രം. ജീവിതം കളറാക്കുക എന്നതാണ് യുവജനങ്ങളുടെ ആഹ്വാനം. അതുകൊണ്ട് അവർ ക്രിസ്തുമസിനെയും ഒരു കളർ ആക്കുന്നു. ക്രിസ്തുമസ് എങ്ങനെ അതിന്റെ യഥാർത്ഥ തനിമയിൽ നിന്ന് അകന്നു പോവുകയും വെറുമൊരു ആഘോഷമോ ആവേശമോ ആയി മാറിയിരിക്കുന്നു എന്നതിൻ്റെയും പ്രകടമായ തെളിവാണ് കഴിഞ്ഞ ക്രിസ്തുമസ് ദിനത്തിലും തലേന്നുമായി കേരളത്തിൽ ബീവറേജസ് കോർപ്പറേഷൻ നടത്തിയ മദ്യവിൽപ്പനയുടെ പുറത്തു വന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. 24-ാം തീയതി 97.42 കോടിയുടെയും 25-ാം തീയതി 54.64 കോടിയുടെയും മദ്യമാണ് വിറ്റഴിച്ചത്. ആകെ 152.06 കോടിയുടെ മദ്യം. അതിനു മുൻപത്തെ വർഷത്തേതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു ഈ വിൽപ്പന. 2023 അത് യഥാക്രമം 71 കോടിയും 51.14 കോടിയുമായിരുന്നു. ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ ബീവറേജസ് കോർപ്പറേഷന്റെ ഷോപ്പ് ചാലക്കുടിയായി മാറിയിട്ടുണ്ട്. ഈ കണക്കുകൾ എന്താണ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത്? ക്രിസ്തു ജനിച്ചതിന്റെ സന്തോഷം കൊണ്ടാണോ മനുഷ്യൻ മദ്യപിച്ച് മതോന്മത്തർ ആകുന്നത്? ക്രിസ്തുമസ് ലോട്ടറികൾ, ക്രിസ്തുമസ് സിനിമകൾ, ക്രിസ്തുമസ് ടൂർ പാക്കേജുകൾ എന്നിങ്ങനെ മറ്റ് അനേകം മേഖലകളും ക്രിസ്തുമസിനെ കേവലം ആഘോഷമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്രിസ്തുമസ് ലോട്ടറിയാണ് സ്പെയിനിന്റെ എൽ ഗോഡോ എന്ന് പറയുന്നത്. വൻ തുകയാണ് സമ്മാനമായി ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ക്രിസ്തുമസ് ലോട്ടറികൾ ഉണ്ട്. ആകർഷകമായ സമ്മാന തുകകളാണ് ഇവയും വാഗ്ദാനം ചെയ്യുന്നത്. ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള ടൂറുകൾ ക്രിസ്തുമസിനെ ഒരു അവധിക്കാലമായി ചുരുക്കിയിട്ടും ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ വന്നു നിറയുന്ന പരസ്യങ്ങൾ എല്ലാം ഇക്കാര്യമാണ് അടിവരയിടുന്നത്. ടൂറ് പോകാനും ഉല്ലസിക്കാനും കുടിക്കാനും തിന്നാനുമുള്ള ഒരു അവധിക്കാലമായി നമ്മളും ക്രിസ്തുമസിനെ മാറ്റിയിരിക്കുകയാണോ എന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞത് നമ്മുടെ ക്രിസ്തുമസ് ആചരണങ്ങളിൽ എവിടെയാണ് അതിന്റെ ചൈതന്യം നഷ്ടമാകുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും ക്രിസ്തുമസ് ആഘോഷിക്കരുത് എന്നല്ല, ക്രിസ്തുമസ് ആഘോഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയുവാൻ വേണ്ടിയാണ്. നമ്മൾ തീർച്ചയായും ആഘോഷിക്കേണ്ട ഒന്നാണ് ക്രിസ്തുമസ്. നമ്മൾ ആഘോഷിച്ചില്ലെങ്കിൽ ക്രിസ്തുമസ് ആര് ആണ് ആഘോഷിക്കുക? പക്ഷേ ആ ആഘോഷങ്ങളിൽ ക്രിസ്തുമസിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വവും കടമയും നാം പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രം. വീടും പരിസരങ്ങളും ക്രിസ്തുമസിന്റെ പേരിൽ മനോഹരമായി അലങ്കരിക്കുമ്പോൾ ഉണ്ണീശോയ്ക്ക് പിറക്കാനായി നാം നമ്മുടെ മനസ്സുകളെ എത്രത്തോളം അലങ്കരിക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ഒരു അതിഥി വരും എന്ന് നേരത്തെ അറിയിപ്പ് കിട്ടുകയാണ് എങ്കിൽ നാം എത്രത്തോളം വൃത്തിയായും ഭംഗിയായും വീടും പരിസരവും സൂക്ഷിക്കുമോ, അതുപോലെ യേശു ഒരു ഉണ്ണിയായി നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ വീടുകളിലെ പുൽക്കൂടുകളിലേക്ക് കടന്നു വരുന്നുവെന്ന് അറിയുമ്പോൾ ആ രാജകുമാരനെ സ്വീകരിക്കാൻ അവന്റെ പദവിക്കും മഹത്വത്തിനും അനുസരിച്ച് നാം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കേണ്ടതാണല്ലോ. പാപങ്ങളും ആസക്തികളുമാകുന്ന മാറാലകളും പൊടിയും തൊങ്ങലുകളുമെല്ലാം കുംഭസാരം എന്ന പുഴയിൽ കഴുകിക്കളഞ്ഞ് നാം നിർമ്മല മാനസരായി തീരേണ്ടതാണ്. അഹങ്കാരവും വെറുപ്പും ഈഗോയും സ്നേഹരാഹിത്യങ്ങളും അയൽക്കാരോടോ സഹപ്രവർത്തകരോടോ മാത്രമല്ല സ്വന്തം കുടുംബാംഗങ്ങളോട് പോലും വെച്ചു പുലർത്തുന്നവരും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അവർക്ക് എങ്ങനെയാണ് ക്രിസ്തുമസായി ആഘോഷിക്കാൻ കഴിയുന്നത്? ക്രിസ്തുവിന്റെ ശാന്തിയും സന്തോഷവും ഉള്ളിൽ അനുഭവിക്കാൻ ആകുന്നത് എപ്രകാരമാണ്? ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് എൻ്റെ ഇഷ്ടം പോലെ ചെലവഴിക്കാൻ ആണ് എന്ന ധാർഷ്ട്യത്തോടെ ആർഭാടങ്ങൾക്കും ധൂർത്തിനുമായി പണം ചെലവഴിക്കുമ്പോൾ നമുക്കാവുന്നതിൻ്റെ ഒരു അംശമെങ്കിലും ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാനും ദരിദ്രരെ പരിഗണിക്കാനും നാം സന്നദ്ധരാകേണ്ടതുണ്ട്. ഇതിനൊന്നും നാം തയ്യാറാകുന്നില്ല എങ്കിൽ അന്ന് അഭയം യാചിച്ചു ചെന്ന യൗസേപ്പിതാവിനും മാതാവിനും നേരെ വാതിലുകൾ കൊട്ടിയടച്ച ബെത്ലഹേം നിവാസികളെ പോലെ നമ്മളും ക്രൂരരും സ്വാർത്ഥരുമായിരിക്കുകയാണ് എന്ന കാര്യം സമ്മതിച്ചേ തീരൂ.
ആഡംബരങ്ങളും അലങ്കാരങ്ങളും സമ്മാനങ്ങളും രുചികരമായ ഭക്ഷണവുമായി നാം ക്രിസ്തുമസിനെ കൊണ്ടാടുമ്പോൾ ഒരു നേരത്തെ പോലും ഭക്ഷണത്തിന് വകയില്ലാത്ത അനേകരെ നാം വിസ്മരിക്കാൻ പാടില്ല. തെരുവോരങ്ങളിലും കടത്തിട്ടങ്ങളിലും കഴിയുന്നവർ മാത്രമല്ല, ദരിദ്രർ നമ്മുടെ തൊട്ട് അയൽവക്കത്ത് ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഞെരുങ്ങുന്നവരെയും ദരിദ്രരായി നമ്മൾ കണക്കാക്കേണ്ടതാണ്. തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട്, മക്കളുടെ ഫീസ് കൊടുക്കാൻ വകയില്ലാത്തവരുണ്ട്, മരുന്ന് വാങ്ങാൻ പണമില്ലാത്തവരുണ്ട്, പല പല ചൂഷണങ്ങൾക്ക് വിധേയരായി കഴിയുന്നവരുണ്ട്. അവരെ നാം കാണേണ്ടതാണ്. പറയാതെ പറയുന്ന അവരുടെ സങ്കടങ്ങൾ നാം കേൾക്കേണ്ടതാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് നേരെ കൈ അയച്ച് നമ്മൾ സഹായം നൽകേണ്ടതാണ്. മനുഷ്യ സ്നേഹത്തിന്റെ ഉത്സവമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ജനനം മുതൽ മരണം വരെ ദരിദ്രനായി ജീവിച്ച് ദരിദ്രരുടെ പക്ഷം ചേർന്ന് സംസാരിച്ച ക്രിസ്തുവിനെയാണ് ഇത്തരം ആഘോഷങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ക്രിസ്തുമസും ദരിദ്രരും തമ്മിലുള്ള ആത്മീയ ബന്ധം എപ്പോൾ നാം വിസ്മരിക്കുന്നുവോ അപ്പോൾ ക്രിസ്തുവിന്റെ ചൈതന്യത്തിൽ നിന്ന് നാം ബഹിഷ്കൃതരായി തീരുകയാണ് എന്ന് ഓർക്കുക. ദരിദ്രരെയും ആവശ്യക്കാരെയും മറന്നുകൊണ്ടുള്ള ഒരു ആഘോഷവും ക്രിസ്തീയമല്ല. പണക്കൊഴുപ്പ് കാണിക്കാനുള്ള അവസരമായി മാറരുത് ക്രിസ്തുമസ് ആഘോഷങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവം മനുഷ്യനായി മാറിയ അത്ഭുതത്തിന്റെ മുന്നിൽ കൈകൾ കൂപ്പി നിൽക്കുന്ന ഈ അസുലഭ നിമിഷത്തിൽ ഉണ്ണിയേശുവിന് ജീവിതത്തിലും ഹൃദയത്തിലും ഇടം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കേണ്ടത്. അതാകട്ടെ മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് ആയിരിക്കണം. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്തു വന്നു എന്ന തിരുവചനം ക്രിസ്തുമസിന്റെ പശ്ചാത്തലത്തിൽ കൂടി നാം ധ്യാന വിഷയം ആക്കേണ്ടതുണ്ട്. പ്രശസ്തമായ ഉദ്ധരണിയുണ്ടല്ലോ, 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും എൻ്റെ ഉള്ളിൽ ഉണ്ണി പിറന്നില്ല എങ്കിൽ അതെല്ലാം നിഷ്പ്രയോജനം ആയി തീരും എന്നുള്ളത്. അതുതന്നെയാണ് സത്യവും. നാം തിന്നും കുടിച്ചും പുതിയ ഡ്രസ്സ് വാങ്ങിയും കേക്ക് മുറിച്ചും ക്രിസ്തുമസ് ആഘോഷിക്കുന്നുണ്ട്. മുറ്റത്ത് വലിയ പുൽക്കൂടുകൾ ഒരുക്കിയും വീട് നിറയെ ദീപങ്ങൾ ചാർത്തി അലങ്കരിച്ചും ക്രിസ്തുമസിനെ പ്രകാശത്തിന്റെ ഉത്സവമാക്കി മാറ്റുകയാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഉണ്ണി പിറന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഉണ്ണി ആഗ്രഹിക്കുന്ന വിധത്തിലാണോ നാം ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്? ഇത് ആത്മപരിശോധനയുടെ നിമിഷങ്ങൾ ആകട്ടെ. 2025 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ണിയേശു ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നപ്പോൾ അതാരും അറിഞ്ഞിരുന്നില്ല. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒരു ജനനമായിരുന്നു അത്. ഒരുപക്ഷെ അന്നും ബെത്ലഹേം നഗരം വലിയ ഏതെങ്കിലുമൊക്കെ ആഘോഷ തിമിർപ്പിൽ ആയിരുന്നിരിക്കാം. ബാഹ്യമോഢികളുടെ ആരവങ്ങളിലും ആഡംബരങ്ങളുടെ തിളക്കങ്ങളിലും യഥാർത്ഥ ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്നത് സാധാരണമാണ്. ലളിത ജീവിതം നയിക്കുന്നവർക്കും നിഷ്കളങ്കർ ആയവർക്കുമാണ് ക്രിസ്തുവിന്റെ ജനനം സദ്വാർത്തയായി മാറുന്നത്. അന്ന് ആട്ടിടയന്മാർ അനുഭവിച്ചതുപോലെ. അതുകൊണ്ട് നമുക്കും നമ്മുടെ ഹൃദയങ്ങളെ വിനീതമാക്കാം, വിശുദ്ധമാക്കാം. നഷ്ടപ്പെട്ടു പോയ നൈർമല്യങ്ങളെ തിരിച്ചു പിടിക്കാൻ ഈ ക്രിസ്തുമസ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഉള്ളിൽ ഉണ്ണി പിറക്കട്ടെ. അപ്പോൾ ഉണ്ണിയുടെ പിറവിയുടെ സന്തോഷം മറ്റുള്ളവർക്ക് കൈമാറാൻ നമുക്ക് കഴിയും. യഥാർത്ഥ ക്രിസ്തുമസ് മംഗളങ്ങൾ നമുക്ക് പരസ്പരം ആത്മാർത്ഥമായി ആശംസിക്കാം.